നിങ്ങളെ കൊണ്ടുവന്നത് കോഴിക്കോട് മിഠായി തെരുവ് കാണാനാണ്. കോഴിക്കോടിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ് കേട്ടോ SM സ്ട്രീറ്റ്, അതായത് നമ്മുടെ മിഠായി തെരുവ്. എപ്പോഴൊക്കെ നാട്ടിൽ വന്നാലും എവിടെ പോയിട്ടില്ലെങ്കിലും ഇങ്ങോട്ടുള്ള വരവിന് ഒരു കുറവില്ല കേട്ടോ. നാട്ടിൽ വന്ന് ഒരു ഫീല് കിട്ടണമെങ്കിൽ തന്നെ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വരണം. കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഈ മിഠായി തെരുവ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പല പ്രദേശങ്ങളിൽ വന്നിട്ടുള്ളവരുടെ പ്രാദേശിക ഭാഷകൾ, അവർ സംസാരിക്കുന്ന രീതികൾ, അതെല്ലാം ഇതിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ രാവിലെ വന്നാലും രാത്രി വന്നാലും ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഓരോ ടൈമിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. പിന്നെ ഇതുപോലെ ഹൽവയൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങൾ ഒക്കെ ഇതിനുള്ളിലുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിനുള്ളിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയാം. ലോ പ്രൈസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നുള്ളതാണ് ഈ ഒരു SM സ്ട്രീറ്റിന് പ്രത്യേകതകൾ തന്നെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഫെസ്റ്റിവൽ സീസൺ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. എന്നാൽ ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ഷോപ്പ് ചെയ്യാനും നല്ല രസമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്ത് പുതിയ മോഡൽ വന്നാലും അതെല്ലാം ഇവിടുന്ന് നമുക്ക് കിട്ടും കേട്ടോ. കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പും, പിന്നെ ലേഡീസിൻ്റെ ഡ്രസ്സും ചെരുപ്പുകളും കിട്ടുന്ന ഷോപ്പും, പിന്നെ മെൻസ് ക്ലോത്ത് കിട്ടുന്ന ഷോപ്പും, അങ്ങനെ എല്ലാം വേർതിരിച്ച് വേണമെങ്കിലും ഇതിനുള്ളിൽ അവൈലബിൾ ആണ് കേട്ടോ. എന്നാൽ എല്ലാം കൂടി ഒരു സ്ഥലത്തു നിന്ന് കിട്ടുന്ന ഷോപ്പോ അതും ഉണ്ട്. പിന്നെ ഇതിനുള്ളിലൊരു തിയേറ്ററും ഉണ്ട് കേട്ടോ. പിന്നെ കുഴപ്പമില്ലാത്ത 2-3 റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ ലുലു മാളൊക്കെ പോലെയാണ്, അല്ലെങ്കിൽ അതേപോലെ ഒരു വൈബ് ഫസ്റ്റ് കോഴിക്കോട് വന്നത് അത് ഈ ഒരു SM സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് എടുക്കാം, ഷോപ്പ് ചെയ്യാം, പിന്നെ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണാം, ഫുഡ് കഴിക്കാം, എല്ലാം കൂടെ ഉള്ളൊരു പ്ലേസ്. അതായത് ഇപ്പം നമ്മൾ ന്യൂ മോഡൽ മാളുകൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഏറ്റവും പ്രാചീനമായിട്ടുള്ളൊരു വേഷം തന്നെയാണ് ഈ SM സ്ട്രീറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു പ്ലേസിനൊക്കെ പ്രചോദനം കൊണ്ടിട്ടായിരിക്കണം ഈ മാളുകൾ പോലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക. ഏതൊക്കെ മാർക്കറ്റിൽ പോയാലും എനിക്ക് ഇവിടെ നിന്ന് വന്നിട്ട് സാധനം എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇതിലൂടെ നടക്കുന്നതിൻ്റെ ഒരു ഫീല് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിനേക്കാളും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അവിടെയൊന്നും കിട്ടാത്ത ഒരു ഫീല് കാലിക്കറ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപക്ഷെ അത് നമ്മുടെ നാടിൻ്റെ തന്നെ ഭംഗിയാണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതിനുള്ളിൽ 2 ടെമ്പിളും ഉണ്ട് കേട്ടോ. ഒരു ഹനുമാൻ ടെമ്പിളും ഉണ്ട്, പിന്നെ ഒരു ദുർഗാദേവിയുടെ ഒരു ക്ഷേത്രവും ഉണ്ട്. SK പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ തന്നെ നമ്മുടെ SM സ്ട്രീറ്റിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതാണ് കേട്ടോ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു തെരുവിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുള്ള SK പൊറ്റക്കാടിൻ്റെ ബുക്കിൽ നമ്മുടെ SM സ്ട്രീറ്റിനെ കുറിച്ചാണ് കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പണ്ട് സാമൂതിരി രാജാവ് ഗുജറാത്തിലുള്ള കുറച്ച് സ്വീറ്റ് മീറ്റൊക്കെ ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള പ്ലേസാണ് കേട്ടോ. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഷോപ്പുകളായിരുന്നു പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവ് എന്നുള്ള പേരിൽ ഇത് അറിയപ്പെട്ടത്. അതാണ് പിന്നീട് SM സ്ട്രീറ്റിനായിട്ട് ചുരുക്കി ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാലിക്കറ്റ് വന്നിട്ടുള്ള ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുള്ളതും എന്നാൽ ഇനി കാലിക്കറ്റ് ഇതുവരെ വന്നിട്ടില്ലാത്ത ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഒരു പ്രാവശ്യം വന്ന് നോക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ SM സ്ട്രീറ്റ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നഷ്ടമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.